റിമി ചേച്ചി, എന്തോ നമ്മുടെ തമിഴ് ഹിറ്റ് സൗണ്ട് ആണ് വരാൻ പോകുന്നത്. നല്ല തമിഴ് ലുക്കില് ഒരു സുന്ദരി കുട്ടി അത് പറയുമ്പോ തന്നെ അത് കാണുമ്പോ തന്നെ കണ്ണിനൊരു സന്തോഷം. അത് ഏകദേശം ബിന്യാൻഡിക്കൊക്കെ ചേരുന്ന വലിപ്പെട്ടിരിക്കുന്ന സാരിയൊക്കെ പോലെ ഒരു തമിഴ് ലുക്കുള്ള വേറൊരു സുന്ദരി വരാൻ പോവാണ്. നമ്മുടെ ആർജിത കുട്ടിയാണ്. വിളിക്കട്ടെ? വെൽക്കം ആർജിത കുട്ടിയാണ്. തമിഴ് പൊണ്ണ് വந்தாச்சு വந்தாச்சு. മഴ വിൽക്കുടി കാവടി അതാണോ ഇത്? ചക്കര നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഞാൻ മുടി കെട്ടിയതൊന്ന് നോക്കട്ടെ. കനകാംബരപ്പൂവോ? എക്സ്റ്റൻഷനാ? കനകാംബരപ്പൂവാണോ പുറകില്? ചില സത്യങ്ങളൊന്നും വിളിച്ചു പറയരുത്. അതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം. പക്ഷെ കനകാംബരപ്പൂവിന്റെ കളറാണ്. അതെ മോളെ, ഇന്ന് ഞാൻ കൊറേ കനകാംബരം അന്വേഷിച്ചു. പിന്നെ എന്റെ ഇതിന് ചേരുന്നത്. പക്ഷെ കനകാംബരപ്പൂവൊക്കെ ഇവിടെ കണ്ടിട്ട് കേരളത്തിൽ കണ്ടിട്ട് കുറെ നാളുകളായി. അങ്ങനെ അന്വേഷിച്ച് ആ പുറകിലത്തെ റബ്ബർ തോട്ടം വഴിയൊക്കെ ഒരുപാട് പോയി. പിന്നെ ഇന്ന് എപ്പിസോഡ് വരാൻ പറ്റില്ലല്ലോ ഓർത്ത് പിന്നെ ചേച്ചി ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് റിമിയെ വിളിച്ചു. റിമിയാൻഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ചോദ്യം കണ്ണാന്തുമ്പിയാണ് ഏറ്റവും ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പാടിയ പാട്ട് കുട്ടിക്കാലത്ത്. അല്ലാണ്ട് അങ്ങനെ നോക്കണോ എന്തോ ഒരു പാട്ട് ചേച്ചി പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ട് അത് പറയാൻ. അപ്പൊ ഞാനൊരു ഉത്തരത്തിലെത്തി കണ്ണാന്തുമ്പി. കണ്ണാന്തുമ്പി നമ്മുടെ ഫസ്റ്റ് മത്സരത്തിൽ അല്ലെങ്കിൽ ആദ്യം പഠിച്ചു പാടുന്ന പാട്ട് എന്ന് പറയുമ്പോ കണ്ണാന്തുമ്പിയോടൊരു വല്ലാത്ത ഒരു ഇതുണ്ട്. എന്താ ചോദിക്കാൻ കാരണം? അതെന്താ അറിയോ? റിമിയാൻഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കണ്ണാന്തുമ്പിയാണ്. അപ്പം അടുത്ത സ്റ്റേജിൽ ഞാൻ അത് വരുമ്പോ ഞാൻ ആ പാട്ട് പഠിച്ചോണ്ട് വന്ന് ഇവിടെ 2 വരി പാടും. എന്നിട്ട് ഞാൻ റിമൈൻഡിനെ ഇൻവൈറ്റ് അയ്യോ എല്ലാം റിമൈൻഡി എങ്ങനെ പാടുന്നോ അതുപോലെ ഞാൻ പാടും. നല്ല നല്ല ഇപ്പല്ല, ഞാൻ പഠിച്ചിട്ട് പാടി. ഏതാ പാടുന്നേ? കുഴലൂതും കണ്ണനൊക്കെ അല്ലേ? ഒരുപാട് കുക്കു ഇന്ന് പാടാൻ പോവാ അല്ലേ? MSV സാറിന്റെ മ്യൂസിക്, രാജ സാറിന്റെ ഓർക്കസ്ട്ര. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. പിന്നെ മൂവി മെല്ലെ തിറന്നത് കടവ്. മെല്ലെ തിറന്ന കഥവ്, പതുക്കെ തുറന്ന വാതിൽ എന്നാണ് അതിന്റെ അർത്ഥം. മോളെന്താ കടവെന്ന് പറഞ്ഞല്ലേ? അത് തമിഴില് അങ്ങനെ മലയാളം കിട്ടണില്ല. ഇംഗ്ലീഷിൽ നോക്കുമ്പോ അങ്ങനെയൊക്കെ വരും ചിലപ്പോ. മെല്ലെ തിറന്ന കഥവ് പാടിയത് ചിത്രമ്മ. ലിറിക്സ് വാലി സർ. വർഷം 1986. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പാടാം. ഓക്കെ, റെഡി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. என் குரலோடு மச்சாவுங்க
ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ, വെരി നൈസ്. പാട്ട് കലക്കി ഉഗ്രനായിരുന്നു. നല്ല തമിഴത്തി പെൺകുട്ടിയെ പോലെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് തുടക്കത്തിൽ കുറച്ചിങ്ങനെ ലാഗായി, കുറച്ചിങ്ങനെ വലിഞ്ഞു പോണ പോലെ തോന്നി. കറക്റ്റ് ഗ്രൂവില് എന്ന് പാടിയാൽ കൊള്ളാം എന്ന്, പ്രത്യേകിച്ച് പല്ലവി തുടങ്ങിയിട്ട് കുറച്ചു നേരം വരെ. പിന്നെ കറക്റ്റായി. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവിയുടെ മലക്കാത്ത് വീസറ പോത് മല്ലികപ്പൂ പാടാതാ, മഴമേഘം കൂടുറ പോത് വണ്ണമയിൽ ആടാതാ, അവിടെ മാത്രം കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി, മൈന്യൂട്ടായിട്ട്. സുഖமான താളം തട്ടി പാടട്ടുമാ, അവിടെ എന്താ പാടി? ഇപ്പൊ കറക്റ്റായി. ടേക്കിൽ അതിങ്ങനെ വിറച്ചു പോയി. ആർജിത് കുട്ടിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് സംഗതികൾ പാടുമ്പോൾ ഒരു വിറ. അത് നേരത്തെ മകള് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതില് കുറച്ചും കൂടി മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ. ചരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചരണത്തിൽ ആ ഫസ്റ്റ് 2 ലൈൻസ് മാത്രം ചെറിയൊരു മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നം തോന്നി. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, കലക്കി, മിടുക്കിയാണ്, മിടുമിടുക്കിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആർച്ചുകുട്ടി, നല്ല സെലക്ഷൻ പാട്ട്. ഞാന് ബെന്യാൻഡി പണ്ട് ഇപ്പൊ അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ചെന്നൈയില് ഒരു 25 വർഷം 26 വർഷം മുമ്പ് സെറ്റിൽ ചെയ്തപ്പോ അന്ന് എപ്പോഴും അന്ന് മാത്രമല്ല, നമ്മളുടെ ഈ ചിത്രമാല ചിത്രഗീതത്തിലൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു തമിഴ് സോങ് എപ്പോഴും ഇത് കാണുമ്പോ എപ്പോഴും വരണ ഒരു പാട്ടാണ് അത്. രാധ, നമ്മളുടെ ആക്ട്രസ്, എന്തോരു സൗന്ദര്യമായിട്ട് രാധ. അതെ, മോഹൻ. ആ രാധ, അവരെയാണ് ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് അന്നൊക്കെ ഇങ്ങനെ ഈ ലെറ്റേഴ്സ് വെച്ച് പാട്ട് കേൾക്കുന്നത്. അതും കുക്കൂനൊരു കൗണ്ടറായിട്ട് ഒരു ഫ്ലൂട്ടും. അപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. നമ്മൾ ഇവിടുന്ന് കേൾക്കുന്ന ഒരു മലയാള പാട്ട്, അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു ആ ഒരു റെൻഡീഷൻ എല്ലാം നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ തോന്നി. ഭയങ്കര അങ്ങനെ നോട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഒരുപാട് പേർക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അതിന്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഒരു സനം, ഇതൊക്കെ എനിക്ക് ഭയങ്കര കുട്ടിക്കാലം മുതലേ വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എങ്ങനെ കുറെ പാട്ട് അതെല്ലാം ഭയങ്കര നമ്മുടെ മനസ്സില് പതിഞ്ഞ ഈ തമിഴ് പാട്ടുകൾ. അപ്പൊ മോള് ഇത് നന്നായിട്ട് പാടി. മധു പറഞ്ഞ സെയിം സംഭവങ്ങളാണ് അവിടെ ആ പാടട്ടുമാന്നുള്ളിടത്തുള്ള സംഗതി. മോളിപ്പോ പാടിപ്പം കറക്റ്റായി. അനുപല്ലവിയിലും ചരണത്തിലും ഫസ്റ്റ് ആ ഒരു ലൈൻ മാത്രം ശ്രുതി പോയി. പിന്നെ ആ മേലെയുള്ളതൊക്കെ എന്തൊരു അതൊക്കെ എന്തൊരു ത്രോ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം മോള് നന്നായിട്ട് പാടി. ഒരു ചെറിയ ഇങ്ങനത്തെ പ്രോബ്ലമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. ആർച്ചുകുട്ടി, നല്ല രസമായി പാടിയില്ലോ. എന്നാലും കുറെ മത്സരം പറഞ്ഞ പോലെ ഒരുപാട് വ്യത്യാസം വരുന്നില്ല മത്സരം. ഇമ്പ്രൂവ്മെന്റ് ഭയങ്കര കൂടി വരുന്നു. വളരെ ശ്രദ്ധിക്കുന്നുണ്ട് മോൾ. ആദ്യത്തെ കോമ്പറ്റീഷനിൽ ആദ്യം വന്നതിനേക്കാളും പറഞ്ഞു ഒത്തിരി മാറ്റം വരുന്നില്ലേ? എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. ആ പോഷൊക്കെ നല്ല, അതാണ് ഈ പാട്ടിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അത് നല്ല രസമുണ്ട്. പിന്നെ ഒരു സ്ഥലത്തില്ലേ കണ്ണാവുൻ വാലിബനെഞ്ചേയും പാട്ട് ഉസുപ്പരത, അതില്ലേ കർക്കണ്ട സർക്കരയെല്ലാം ഇപ്പത്താ കസക്കരത. രണ്ടാമത്തെ ഒന്ന് എടുത്തേ, അത് പാടി വന്ന രണ്ടാമത്തെ ഒന്ന് എടുത്തേ. കണ്ണാവുൻ വാലിബനെഞ്ചേയും പാട്ട് ഉസുപ്പരത കർക്കണ്ട സർക്കരയെല്ലാം ഇപ്പത്താൻ കസക്കരത. ഇതിന്റെ ഇടയില് കർക്കണ്ട് അങ്ങനെ ഒരു സാധനം വന്നു. രണ്ടാമത്തെ കണ്ണാവുൻ അങ്ങനെ ഒരു സാധനം വന്നു. അത് ഈ പാട്ടിലെ ചേച്ചി ഉപയോഗിച്ചിട്ടില്ല. അതിന് ശ്വാസം കിട്ടാത്തോണ്ടാണെന്നാ ഞാൻ വിചാരിച്ചല്ലേ? അല്ല, അതൊരു ഫീൽ ഇങ്ങനെ ചില ഫീൽ കൊടുത്തതാണോ അറിയാണ്ട് വന്നതാണോ? പക്ഷെ അത് ഈ പാട്ടിൽ ഇപ്പൊ ഉണ്ട്. കണ്ണാവുൻ അത് ഈ പറഞ്ഞ എനിക്കൊക്കെ ഉള്ളൊരു അതുകൊണ്ട് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചത്. അപ്പൊ അത് വേറെ ടൈപ്പ് ചില പടിഞ്ഞു വലുതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അങ്ങനെയൊക്കെ മച്ചാനി വായൻ മച്ചാൻ അങ്ങനെയൊക്കെ പാടേണ്ട സ്ഥലത്ത് അത് നല്ല കറക്റ്റ് ആയിട്ടും. ഇപ്പം കണ്ണാനി തന്നനാനി തന്നനാ തന്നനാ തന്നനാനി തന്നനാനി തന്നനാ അങ്ങനെ പാടിയാൽ മതി.
கண்ணா உன் வாலிப நெஞ்ச என் பாட்டு உசுப்புறதா கற்கண்டு சக்கரை எல்லாம் இப்பதான் கசக்கிறதா കണ്ണാ ഉൻ വാലിബ നെഞ്ച എൻ പാട്ട് ഓക്കെ ഉസുപ്പുറതാ. ബാക്കി സൂപ്പർ എല്ലാം സൂപ്പർ. ഓ പിന്നെ ഇന്ന് എന്റെ മ്യൂസിക് സാർ വന്നിട്ടുണ്ട്. ഈ മ്യൂസിക് സാറിനെ കുറിച്ചല്ലേ ബിന്യാൻഡി ഇവിടെ എപ്പോഴും പറയണല്ലേ. ആ. ഭയങ്കര ഒരു റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നവരെ നമുക്കറിയാം. പക്ഷെ ആ കുട്ടിയെ വളരെ നല്ല രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ശ്രുതിക്ക് യാതൊരു ഒരു കോംപ്രമൈസും ചെയ്യാതെ അവനവന്റെ ശ്രുതിയിൽ കുട്ടിക്ക് എന്തോ അതായിരിക്കണം നമ്മുടെ ഗുരുവിന്റെ ശ്രുതി. ഗുരു അതനുസരിച്ച് വേണം പോകാൻ. പക്ഷെ അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിലൊന്ന് താങ്കള്. അതുകൊണ്ട് ഒരുപാട് റെസ്പെക്ട് കേട്ടോ. താങ്ക് യു. പേരെന്താ ഗുരുവിന്റെ? സർ ശ്രീജിത്ത് കൃഷ്ണ എന്നാണ് എൻ്റെ പേര്. പൊതുവെ ആർജിത എങ്ങനെയുണ്ട് പാട്ട് പഠിക്കാനും പാടാനും? നല്ല മോളാണ്, നല്ല ആണല്ലേ? നന്നായി പഠിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഏതൊരു പാട്ട് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പഠിക്കും. ഓക്കെ 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 ഓക്കെ. കുറുമ്പുണ്ടോ? കുറച്ച്. ആണല്ലേ? ശ്രീജിത്തിന്റെ വോയിസ് നല്ല നല്ല രസമുണ്ട്. ശബ്ദം, രണ്ട് line സംസാരിക്കുമ്പോഴും നല്ല അതെ ശബ്ദമാണ്. അതെ. ഒന്ന് 2 ലൈൻ കേൾക്കട്ടെ. മാഞ്ഞു പോകുമീ മഞ്ഞും നിറസന്ധ്യ നീർക്കുമീരാവും ദൂരെ ദൂരെ എങ്ങാനും ഒരു മൈനമൂളുമീ പാട്ടും ഒരു മാത്രം എൻ്റെ മൺകോണിൽ ചാരാത്ത വാതിൽക്കൽ വന്നെത്തി എന്നോടു മിണ്ടാതെ പോകുന്നു വെരി ഗുഡ്. ആഹാ. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും സബാഷ്. രാത്രി മഴയാ സവാഷ്, സവാഷ്. വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. വെരി നൈസ് വെരി നൈസ്. നല്ല വോയിസ് കേട്ടോ. ഉഗ്രൻ വോയിസ്. നല്ല ഫീലും ഉണ്ട് പാടുന്നത്. അതെ അതെ. നമ്മളൊരു കീർത്തനമൊക്കെ ഇങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ച് മ്യൂസിക് സാറിന്റെ പക്ഷെ ഇത് എനിക്കൊന്ന് പ്രോഗ്രാംസിലൊക്കെ പാടുന്ന ആളാന്ന് തോന്നല്ലേ? ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. ഞാനിപ്പോ ഒരു സിനിമയിൽ ചെറുങ്ങനെ പാടിയോ? ആരുടെ? സാറും പാടിയിട്ടുണ്ട് ആ പടത്തിൽ. ഏതാ? അകമൊഴി വിഴികൾ, ശശീന്ദ്ര കെ ശങ്കർ, തമിഴ് പടം. അതില് നല്ലൊരു ലവ് സോങ് ആണല്ലേ? പാടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അപ്പൊ വെറുതെ അല്ല നമ്മുടെ ആർജിത കുട്ടി ഇങ്ങനെ പാടുന്നേ. നല്ല ഗുരുവിനെ കിട്ടി. അപ്പൊ എന്തായാലും നന്നായിരുന്നു. ഉഗ്രനായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് കേട്ടോ. അപ്പൊ ഇന്നത്തെ പാട്ടിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 99 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു ശ്രീജിത്ത് കൃഷ്ണ പൂക്കുറ്റി. താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അപ്പൊ ആർജിത കുട്ടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.